ചില കാര്യങ്ങൾ ആദ്യമേ അങ്ങ് പറയാം. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാൻ ഒരു കുക്കിനെയാണ് വേണ്ടതെങ്കിൽ എന്റെ മകളെ അതിന് കിട്ടില്ല. Yes, that's it. മുറി അടിക്കാനും നിലം തുടയ്ക്കാനും ഞങ്ങൾ അവളെ പഠിപ്പിച്ചിട്ടില്ല. Yeah. ഭർത്താവിന്റെ പേരൻസിനെ കുഴമ്പ് തേപ്പിക്കുക, കുളിപ്പിക്കുക, അതൊന്നും നടപ്പുള്ള കാര്യമല്ല. I hate it. And one more thing, Mr. Deepak. This is my house and you are my guest now. ഞങ്ങളുടെ ഗസ്റ്റിനെ ഞങ്ങൾ റിസീവ് ചെയ്യും, ചായ കൊടുക്കും. അതുപോലെ മിസ്റ്റർ ദീപക് എന്നെ കല്യാണം കഴിച്ച് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോ നിങ്ങളുടെ ഗസ്റ്റ് ആണല്ലോ. അപ്പൊ എനിക്ക് ചായ തരേണ്ടതും എന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് നിങ്ങളല്ലേ? പക്ഷെ ഞാൻ പുറത്തുണ്ടാവും. അപ്പോ കുട്ടി എന്റെ വീട്ടിലൊരു ഫുൾ ടൈം ഗസ്റ്റ് ആയിരിക്കും അല്ലേ? യെസ്. ഒരു ഗസ്റ്റ് എന്ന് പറയുമ്പോ ഇടയ്ക്ക് വെച്ച് ഗസ്റ്റ് അല്ലാതാവില്ലല്ലോ. അത് ശരിയാ. ഇനി എന്തൊക്കെയാണാവോ കണ്ടീഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കാനാ. എനിക്ക് ഡൽഹിയിലും നാട്ടിലൊക്കെ ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്, ബോയ്സ് ആൻഡ് ഗേൾസ്. കല്യാണം കഴിഞ്ഞത് വെച്ച് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കട്ട് ചെയ്യാൻ പറ്റില്ല. അവരെന്നെ കാണാൻ വരും, ഞാൻ അവരെ കാണാൻ പോകും. അത് വളരെ നല്ലതാ. അപ്പോ മൊത്തത്തിൽ നമ്മുടെ വീട്ടിൽ വലിയ രസമായിരിക്കല്ലേ? കുട്ടിയുടെ ഫ്രണ്ട്സും അവരുടെ അട്ടഹാസവും ബഹളവും ഒക്കെ ആയിട്ട്. ഞാൻ എന്റെ മകളെ എല്ലാ സ്വാതന്ത്ര്യം കൊടുത്താ വളർത്തും. അത് വളരെ നന്നായി. അപ്പോ നമുക്ക് ഇറങ്ങാൻ ചേച്ചിമാരെ. പിന്നെ വാ വാ. അപ്പൊ മിസ്റ്റർ ദീപക് തീരുമാനം പറഞ്ഞില്ല? എല്ലാം കൊണ്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ അന്വേഷിക്കുന്നത് ഒരു ഭാര്യയെ, ഒരു ഗസ്റ്റിനെ അല്ല. പിന്നെ ഈ കേസ് ഏറ്റെടുക്കാൻ പറ്റിയ ഒരാളെ കിട്ടുമ്പോ ഞാൻ വിവരം അറിയിക്കാം. ഓക്കേ, ബൈ. കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ ജെയിംസ് കണ്ടത്തിൽ, ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥനാണ്. സ്വിമ്മിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാറുണ്ടോ? സ്കൂളിൽ പഠിക്കുമ്പോ. പിന്നെ നിർത്തിയല്ലേ? ബാങ്കോക്ക് ഏഷ്യൻ ഗെയിംസ് ഓർമ്മയുണ്ടോ? അന്ന് ബ്രസ്റ്റ് സ്ട്രോക്കിലും ബാക്ക് സ്ട്രോക്കിലും എനിക്ക് ഗോൾഡ് മെഡൽ ഉണ്ടായിരുന്നു. ബട്ടർഫ്ലൈസിലെ മത്സരിച്ചില്ല. ബാക്ക് സ്ട്രോക്ക് ചെയ്യുമ്പോ തല പടവിലിടിച്ച് ഇൻജുർഡായി. അയ്യോ. ഞാനൊന്ന് തല ഷേവ് ചെയ്തിരിക്കായിരുന്നു, നമ്മുടെ സെബാസ്റ്റ്യൻ സേവ്യറിനെ പോലെ. ഷേവ് ചെയ്താൽ തല വെള്ളത്തിൽ കൂടി ചാട്ടുളി പോലെ പായും. നമ്മുടെ വിൽസൺ ചെറിയാൻ ഇപ്പൊ എവിടെയുണ്ട്? അദ്ദേഹം റെയിൽവേയിലാണെന്ന് തോന്നുന്നു. കണ്ടാൽ എന്റെ അന്വേഷണം പറഞ്ഞേക്കൂ. അത് എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല. എന്നാലും എന്റെ അന്വേഷണം പറഞ്ഞേക്കൂ. മറ്റൊരു പ്രധാന കാര്യം, ശങ്കർബാനുവിന്റെ ജീവൻ രക്ഷിച്ച നിങ്ങൾക്ക് ഇന്ന് രാത്രി ഗംഭീരമായ ഒരു ഡിന്നർ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും വരണം. അത് എന്റെ ഒരു സന്തോഷത്തിന് പ്ലീസ്. ഞങ്ങൾ വരാം സാർ. അപ്പൊ ക്യാഷ് എന്റെ ഓഫീസിൽ നിന്ന് വാങ്ങിച്ചോളൂ സാർ. ഇന്ന് രാത്രിയാ ഡിന്നർ, 8:30. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ. ചങ്ക് ചക്ക 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 ചാ. എന്റെ അമ്മേ. കൊച്ചു കള്ള, ഇവിടെ ഒളിച്ചിരിക്കല്ലേ? ഞാൻ വീട്ടിൽ പോയിരുന്നു, ഇങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞു. സത്യം പറയാലോ മോനെ, ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നു. അതെന്തിന്? പുറത്താരെങ്കിലും പടക്കം പൊട്ടിച്ചോ? ചിലക്കാണ്ടിക്കട. നമ്മുടെ ദീപുവിന്റെ ആദ്യത്തെ ഫസ്റ്റ് നൈറ്റാണ് ഇന്നലെ കഴിഞ്ഞത്. സംഗതി എന്താ, എവിടം വരെ എത്തിക്കാണുമെന്ന് ആലോചിച്ച് ഉറക്കം പോയിന്ന്. പറ മോനെ ദീപു, എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം വിശദമായിട്ട് പറയണം. ഗ്ലാസിൽ പാലുമായി നമ്മുടെ വരുന്ന ഭാഗം വേണ്ട. ചട്ടം. ഏത് ഭാഗം വേണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് നീയല്ല. അതുകൊണ്ടല്ല, ഈ പാലും കൊണ്ട് വരുന്നത് സിനിമയിലൊക്കെ ധാരാളം കണ്ടതല്ലേ. ഇത് സിനിമയല്ല, പച്ചയായ ജീവിതമാണ്. ഞങ്ങൾ ഇന്നലെ സ്പർശനത്തിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ആരാ ആദ്യം സ്പർശിച്ചേ? നാണിക്കണ്ട, പറഞ്ഞോളൂ. കരീമിക്കാക്ക് രമേശിനപ്പുറത്ത് വേറെ ജോലിയൊന്നുമില്ലേ? അത് ശരിയാ. നിങ്ങളൊന്ന് പുറത്തു പോ. ദീപുവിന് എന്നോട് മാത്രമായിട്ട് പറയാൻ കാണുവേ. പറ പറ. ആ പരിപാടി നടക്കൂല. ഇത് കേട്ട് കഴിഞ്ഞിട്ടുള്ള ജോലി മതി. എഴുന്നേക്ക്. എങ്ങനെ എഴുന്നേക്ക്? എഴുന്നേറ്റോ? എഴുന്നേക്കടോ. തനിക്ക് ഇത്രയും വയസ്സും പ്രായമൊക്കെ ആയില്ലേ, എന്നിട്ട് നാണമില്ലാത്ത ഫസ്റ്റ് നൈറ്റിന്റെ വിശേഷം ചോദിച്ചു വന്നിരിക്കുന്നു വൃത്തികെട്ടവൻ. താനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ലോ. അല്ല ദീപു, നമ്മൾ മിണ്ടിപ്പോരുത്. സാരയില്ല ചന്ദ്രത്തേക്ക് പോരെ. ഈ രമേശിന്റെ കല്യാണം കഴിയുമ്പോ അവന്റെ ഫസ്റ്റ് നൈറ്റ് നമുക്ക് ചോദിക്കാം. പോടൊപ്പം. ഹലോ, ഞാൻ ഡയറക്ടർ ശങ്കർബാനുവാണ്. ലൊക്കേഷനിൽ നിന്ന് വിളിക്കുക. 1001 കുതിരകളെ ഉടനെ അയക്കണം. ഡാൻസ് ചെയ്യുന്ന പെമ്പിള്ളേര് 501. അതെ അതെ, കുതിരകളും പെമ്പിള്ളേരും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഡാൻസ്. പിന്നെ
ആ ഡയറക്ടർ പ്രിയദർശൻ മദ്രാസിലുണ്ടെങ്കിൽ അവനോട് പറഞ്ഞേക്ക് അവന്റെ വേഷം കെട്ടൊന്നും എന്നോട് വേണ്ടാന്ന്. അവന്റെ തേന്മാവിൻ കൊമ്പത്ത് കിലുക്കം ചിത്രം ഇതൊന്നും അത്ര വലിയ പടമല്ലാന്ന് ഇവിടുത്തെ സാധാരണക്കാരന് വരെ അറിയാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പടം എടുക്കാൻ എനിക്കറിയാം. പിന്നെ എല്ലാ കഥാകൃത്തുക്കളോടും പറഞ്ഞേക്ക് ഏതവൻ കഥ എഴുതിയാലും ആ കഥയ്ക്ക് ഞാൻ എന്റെ പേരിടും. അതങ്ങനെയാ. തെലുങ്കന്മാർക്ക് എനിക്ക് ആ കഥ വിൽക്കണം. അതിന് സൗകര്യമുള്ളവരുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എഴുതി തന്നാ മതി. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഇയാളോട് ഡോക്ടർ ഫോൺ എടുക്കാൻ ആര് പറഞ്ഞു? സിനിമയുടെ കഥ മോട്ടിച്ച് കണ്ണു കണ്ടെല്ലാം മോട്ടിക്കാൻ തുടങ്ങിയോ? അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഇരുന്ന് മഞ്ഞക്കോടെ ഇവിടെ. മഞ്ഞക്കോടല്ലേ ഇതേ കിടക്കണത്? പ്രിയദർശൻ എനിക്കൊരു പ്രശ്നമല്ല. എന്ന പ്രിയദർശൻ എനിക്കും ഒരു പ്രശ്നമല്ല. അവിടെ എങ്ങാനും വല്ല തിരക്കഥ എന്തെങ്കിലും എടുത്തോണ്ട് പോയി. എനിക്ക് തിരുത്തണം. ഇറങ്ങി കഴിഞ്ഞ പടത്തിന് തിരക്കഥ മതിയോ? എന്തെങ്കിലും മതി. എനിക്ക് ഉടനെ തിരുത്തണം. കൈ ചൊറിഞ്ഞിട്ട് പാടില്ല. എന്നപ്പോ ഉടനെ കൊണ്ടുതരാം. എന്താ പോടോ കോടക്കള്ളൻ. ഒന്നേ തന്റെ കൂടെ ഒരു പെണ്ണിനെ കണ്ടല്ലോ. അവൾ എവിടെ നിന്ന് അടിച്ചോണ്ട് വന്നതാ? അവൾക്ക് ഞാൻ നല്ലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. അടുത്ത ആഴ്ച ഞാനൊരു പുതിയ പടം തുടങ്ങുന്നുണ്ട്. അശോകവനത്തിലെ സീത. വേണമെങ്കിൽ ഞാൻ അവളെ സീതയാക്കാം. ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ മേക്കപ്പ് മാനെ റൂമിലേക്ക് പറഞ്ഞയക്കാം. എന്തിന്? ഒരു ടെസ്റ്റ് എടുക്കാൻ. രാവിലെ കഴിക്കാനുള്ള മരുന്ന് താങ്കൾ കഴിച്ചില്ലല്ലേ? മരുന്ന നിന്നെ നിക്കടോ. എടോ, അശോകവനത്തിലെ സീത എന്ന് പറയുമ്പോ വലിയ അഭിനയൊന്നും വേണ്ട. ചുമ്മാ മരത്തിന്റെ ചോട്ടിലിരുന്നാ മതി. പടം തുടങ്ങി അവസാനിക്കുന്നവരെ അതേ ഇരിപ്പ്. അങ്ങനെ ഞാൻ പടം ഹിറ്റാക്കും. അങ്ങനെ ഹിറ്റാക്കാൻ വേറെ ഏത് സംവിധായകൻ ഉണ്ടോ ഇവിടെ? ഫാസിൽ, ജോഷി, ഷാജി, കൈലാസ് എല്ലാവരെയും ഞാൻ വെല്ലുവിളിക്കുന്നു. പ്രിയദർശന് മൂക്കുകൊണ്ട് ഞാൻ ഇച്ഛ വരപ്പിക്കടോ. എന്നാ താങ്കൾ ഇവിടെ നിന്ന് ഇച്ഛാന്ന് വരപ്പിച്ചോണ്ടിരിക്കും. ഞാൻ പോട്ടെ. നിക്ക്. ഒരു കാര്യം ചെയ്യാം. തനിക്ക് ഞാൻ റോള് തരാം. സീതയെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരുന്ന ഒരു അതിഥി ഹനുമാൻ. ആ വേഷം താങ്കൾ ചെയ്യുന്നതായിരിക്കില്ലേ കൂടുതൽ നല്ലത്? അതെന്താ? തനിക്ക് ഇതെന്താ കുഴപ്പം? എനിക്ക് ചെയ്യാൻ പറ്റില്ല. പറയടാ. ഇങ്ങോട്ട് വാ തങ്കപ്പാ. അതെ, മമ്മൂട്ടി, മോഹൻലാല്, സുരേഷ് ഗോപി. ഞാൻ ചോദിക്കുകയാണ് സുഹൃത്തുക്കളെ, പുന്നപ്പുറ വയനാടിനെവിടെ പച്ചയാം വിരിപ്പിട്ട സഹിളിൽ തലവെച്ച് കിടക്കുന്ന ആ മലയാളക്കരയിലെവിടെ പച്ച പനന്തത്ത പാറി പറന്നു നടക്കുന്ന ആ പുഞ്ചപ്പാടങ്ങളിൽ എവിടെ? കൈലാസം എവിടെ? ഗോകർണം എവിടെ? കുരുക്ഷേത്രം എവിടെ? പറയൂ സർക്കാരെ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. അയ്യോ! അപ്പോ എന്നോട് എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? അത് മറ്റൊന്നുമല്ല. എന്റെ അശോകവനത്തിലെ സീതയിൽ തനിക്ക് ഹനുമാനായിട്ട് അഭിനയിക്കാൻ പറ്റൂ? പറ്റും, പക്ഷെ എനിക്ക് വാലില്ലല്ലോ. അത് സാരില്ല. ബാക്കിയെല്ലാം കറക്റ്റ് അല്ലേ? ശരീരപ്രകൃതി, പ്രധാനമായിട്ട് ഫേസ്, അത് വളരെ കറക്റ്റാണ്. താങ്ക് യു. അപ്പൊ എപ്പോഴാണ് ഷൂട്ടിംഗ്? ഷൂട്ടിംഗ് എപ്പോഴെങ്കിലും ആവട്ടെ. താൻ ഹനുമാനായിട്ടൊന്ന് അഭിനയിച്ച് കാണിക്കേ. ഇവിടെ ഒരു സാധനം. ഇതാണ് ഹനുമാന്റെ ഗദ. ഗദ എന്തിയ ഹനുമാൻ നടന്നു വരികയാണ്. ഒന്ന് കാണട്ടെ. കൂലിപ്പണിക്കാര് പാടത്ത് പോകുമ്പോ കൈക്കോട്ട് വെക്കണ പോലെ അല്ല. അതെങ്ങനെ? സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. എന്താ വരവ്? കൊള്ളാം. ഇനി ഹനുമാൻ ലങ്കയിലേക്ക് ചാടണം. ലങ്കയിലേക്ക് ചാടറോ? ലങ്കയിലേക്ക് അങ്ങനെ പെട്ടെന്ന് ചാടാൻ പറ്റില്ല. അവിടെ LTT ഒക്കെ ഉള്ളതാ. LTT ജാഫ്രിയല്ലേ? താൻ കൊളംബോയിലേക്ക് ചാട്. അല്ല, കൊളംബോയിൽ വെച്ചല്ലേ പ്രസിഡന്റ് ചന്ദ്രിക കുമാരതുംഗയെ ബോംബ് എറിഞ്ഞത്? കൊളംബോയിലെ പ്രസിഡന്റ് ചന്ദ്രിക കുമാരതുംഗ അല്ല, അവിടെ മോണിക്ക ബിസ്കി അല്ലേ? അപ്പൊ പിന്നെ എങ്ങനെ ചാടും? ലക്ഷദ്വീപ് ആണെങ്കിൽ കുറച്ചുകൂടെ എടുത്ത എളുപ്പമുണ്ട് ചാടാൻ. അപ്പൊ പിന്നെ താൻ ഇടുക്കിയിലും ചാട്. എന്നാ നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാം. അപ്പൊ ചെറിയൊരു പ്രശ്നം. എന്ത്? തിരക്കഥയില്ല. തിരക്കഥ ഞാൻ എഴുതാം. തനിക്ക് തിരക്കഥ എഴുതാനും അറിയോ? കൊള്ളാം. എന്റെ അച്ഛനൊരു തിരക്കഥാകൃത്താണ്. അമ്മയോ? എഴുതും. ബ്രദേഴ്സോ? എല്ലാരും എഴുതും. സിസ്റ്റേഴ്സോ? അവരും എഴുതും. സർവൻസോ? ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലും വീട്ടിലും തിരക്കഥ എഴുതാത്ത ഒരാളുമില്ല. ഞങ്ങൾ രാത്രിയിൽ ഇങ്ങനെ തിരക്കഥ, പകല് ഞങ്ങൾ ഈ തിരക്കഥകളൊക്കെ എടുത്ത് കൊട്ടയിലാക്കി തലച്ചുമടായി കൊണ്ടു നടന്ന് വിൽക്കും. തിരക്കഥ വേണോ തിരക്കഥ, തിരക്കഥ വേണോ തിരക്കഥ. അങ്ങനെ ഒരു ദിവസം കോരപ്പുഴ പാലത്തിന്റെ അടുത്ത് വെച്ച് എന്റെ കൊട്ടയിലുള്ള 5-6 തിരക്കഥകൾ പ്രിയദർശൻ വാങ്ങിച്ചോണ്ട് പോയി. പ്രിയദർശനോ? അപ്പൊ താൻ പ്രിയദർശന്റെ തിരക്കഥാകൃത്താണല്ലേ? അതെ. എന്താടാ കളിക്കയാ? ഇനിയും താൻ പ്രിയദർശന് തിരക്കഥ എഴുതി കൊടുക്കും. അങ്ങനെ കൊടുത്തതിന്റെ ചെപ്പക്കുറ്റിയെ അടിച്ചു പൊട്ടിക്കും. അതിനു മുമ്പ് തന്റെ കണ്ണ് ഞാൻ തുറന്നെടുക്കും. ഞാൻ എന്റെ തിരക്കഥകൾ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തോടോ. തിരക്കഥ വേണോ തിരക്കഥ, തിരക്കഥ വേണോ തിരക്കഥ, തിരക്കഥ വേണോ തിരക്കഥ. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ?
പാവം. I am KT Martin, Additional Director of CBI from Delhi. റിവോൾവർ കണ്ട് ഭയപ്പെടണ്ട. ഇത് സെൽഫ് ഡിഫൻസിനുള്ളതാണ്. നിങ്ങൾ എന്നെ ആക്രമിച്ചാൽ മാത്രമേ ഞാൻ ഇത് ഉപയോഗിക്കൂ. സർക്കിൾ ഇൻസ്പെക്ടർ വിജയരാഘവൻ അല്ലേ? അതെ സാർ. നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ മിടുക്കനാണ്. നിങ്ങളെ CBIയിലേക്ക് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ താല്പര്യമുണ്ടോ? അത് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന മാസ ശമ്പളം 50,000 രൂപ, ഗ്രാറ്റുവിറ്റി, പ്രോവിഡന്റ് ഫണ്ട്. CBI പെട്ടെന്ന് അങ്ങനെ ഒരാളെ പെട്ടെന്നല്ല. അഭയ കൊലക്കേസ് തെളിയിച്ചത് നിങ്ങളല്ലേ? അത് ഞാനാണ്. സുകുമാരക്കുറുപ്പിനെ നിങ്ങൾ പിടിച്ചില്ലേ? സത്യം പറ, പിടിച്ചില്ലേ? ഞാൻ പിടിച്ചു. ഇത്രയും മതി. നിങ്ങളെ ഞാൻ CBIയിൽ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. പോയി ഒരു വെള്ളക്കടലാസ് എഴുതി കൊണ്ടുവാ. നിങ്ങൾക്ക് CBIയിൽ ചേരാൻ ആഗ്രഹമുണ്ടെന്ന്. Come on, ക്യൂ, ക്യൂ, ക്യൂ. അയ്യോ പോടാ പോലീസേ. അവൻ സാറിന് എറിഞ്ഞു അല്ലേ? അവൻ ഇവിടുത്തെ ഒരു പ്രമുഖ വട്ടനാ. സാറ് വാ, ഞാൻ എന്നെ ഇട്ട് തിരികെ. എവിടാ ഏറ് കൊണ്ടത്? ഇവിടെ ഞാനൊന്ന് നോക്കാം. ഇവിടെ അയ്യടാ, എന്തായി കാണിക്കുന്നത്? നിങ്ങൾ ആരാ? എന്തായി കാണിക്കുന്നത്?